സുധാ കൊങ്കാരയുടെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള പരാശക്തി കണ്ടായിരുന്നു. ഈ സിനിമ സംസാരിക്കുന്ന കണ്ടന്റ് ഉണ്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. അത് ഇന്നോ ഇന്നലെ സംസാരിച്ചു തുടങ്ങിയ വിഷയമല്ല, ഒരുപാട് വർഷമായിട്ട് ഒരുപാട് പേര് പോരാടുന്ന ഒരു കാര്യമാണ് സിനിമ സംസാരിക്കുന്ന. വേറൊന്നുമല്ല, ഭാഷ, നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കുന്ന പ്രിമൈസും ആ ഒരു റീജിയൻ എന്നൊക്കെ പറയുന്നത് തമിഴ്നാടും തമിഴ് ഭാഷയൊക്കെയാണ്. എല്ലാ ഭാഷയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ സ്റ്റോറി നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കുറെ റിയൽ ലൈഫ് ഇവന്റ്സ്, അതായത് പണ്ട് കാലഘട്ടത്തിൽ ആ ഒരു സ്റ്റുഡൻസ് അന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. അതൊക്കെ നൈസ് ആയിരുന്നു. പക്ഷെ ഓവറോൾ മൂവി നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി എൻഗേജിങ് ഒക്കെ ആയിരുന്നു. ആ ഇമോഷൻസ് ഒക്കെ ഭയങ്കര കണക്ട് ചെയ്യായിരുന്നു. പക്ഷേ ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്ന വളരെ നോർമൽ ആയിട്ടാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ടെങ്കിലും അതിനൊരു ഇമോഷൻ ഇല്ല, ഒരു എൻഗേജിങ് ഫീൽ ഇല്ല. നമ്മൾ അടുത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ആ പ്രൊട്ടസ്റ്റിന്റെ ആ ഒരു മെയിൻ റീസൺ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ അതിന്റെ അടുത്ത് വരുന്ന ഇവന്റ്സ്, ഇങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉണ്ടല്ലോ, അതൊക്കെ പറയുന്നുണ്ട് സിനിമയിൽ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും എൻ്റയർലി എനിക്കൊരു എൻഗേജിങ് ഫീൽ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് സിനിമ ഇവിടെ തന്നില്ല.